ഹായ് ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിലുള്ള അമ്പലവയലിലുള്ള പൂപ്പൊലിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ആദ്യമേ ഞാൻ പറയട്ടെ, ഇന്നോടെയാണ് പൂപ്പൊലി ഉള്ളൂ. അപ്പൊ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പോയി കാണാം. ജനുവരി 15-ാം തീയതി വരെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ പറയാ, ഇവിടേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ നമുക്ക് സ്വർഗ്ഗലോകത്ത് എത്തിയൊരു ഫീലാണ് കേട്ടോ. പൂക്കൾ കൊണ്ടുള്ള ആറാട്ട് എന്ന് പറയില്ലേ, അതുപോലെ മനോഹരമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ. എന്താ, നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ പൂപ്പൊലി കാണാൻ പോയപ്പോൾ കിട്ടിയത്. അപ്പൊ ഞങ്ങളിത് ലേഡീസ് ഓൺലി ട്രിപ്പായിരുന്നു കേട്ടോ. വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന, വീട്ടിലെ തിരക്കിനിടയിൽ അല്പം പോലും ഒന്നും ആശ്വസിക്കാനോ ഒന്നും കഴിയാത്ത കുറച്ച് വീട്ടമ്മമാര്, ലേഡീസ് ഓൺലി ട്രിപ്പായിരുന്നു. അപ്പൊ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ. എന്താ പറയാ, പൂക്കൾ അത്രയും ഭംഗിയല്ലേ കാണാൻ. നമ്മൾ ഈ പൂക്കളുടെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അത്രയും മനസ്സിന് സന്തോഷമല്ലേ ലഭിക്കുക. അപ്പൊ ആർക്കാണ് പൂക്കൾ കാണാൻ ഇഷ്ടമല്ലാത്തത്? അത്രത്തോളം മനോഹരമായി, എനിക്കത് വർണ്ണിക്കാൻ വാക്കുകളില്ല, അത്രത്തോളം മനോഹരമായിരുന്നു വയനാട്ടിലെ അമ്പലവയലിലുള്ള പൂപ്പൊലി. പല പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഓറഞ്ചും മഞ്ഞയും റെഡും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കുറച്ച് ടയേർഡായിരുന്നു. ഞങ്ങൾ 3 സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നൂര്, കാരാപ്പുഴ ഡാം, പൂപ്പൊലി. അപ്പോഴേക്ക് ടയേർഡായിട്ടുണ്ട് കേട്ടോ പൂപ്പൊലി എത്തിയപ്പോഴേക്ക്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ എത്ര മനോഹരമാണ് ഈ പൂക്കളൊക്കെ. പച്ച പുല്ല് വിരിച്ച് അതിൻ്റെ മുകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ. എവിടെ നോക്കിയാലും വളരെ മനോഹരമാണ്. പിന്നെ രാത്രിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റിംഗ് കൂടെ ഉണ്ടാവും. അതും വളരെയധികം ഭംഗിയുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ചു പോന്നു. അതുകൊണ്ട് ആ രാത്രിയത്തെ മനോഹാരിത ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്, ചെടികളുടെ വിത്തുകളും ചെറിയ ചെറിയ ചെടികളും പിന്നെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയതുമില്ല, അത്രയും ടയേർഡായിരുന്നു. നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഈ പൂക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. വൈകുന്നേരം ആയി വരുമ്പോഴേക്കും അത്യാവശ്യം തിരക്ക് കൂടി വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി. തിക്കിനും തിരക്കിനും ഇടയിൽ പെട്ട് സാവകാശം ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഏതായാലും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് അവസാന ദിവസമാണ്. അപ്പം ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.